നാദാപുരം പ്രദേശത്ത് സംഘർഷങ്ങൾക്ക് അറുതിയാവുന്നില്ല. സമാധാന യോഗങ്ങൾ മുറയ്ക്ക് നടക്കുന്നുണ്ടെങ്കിലും ഒന്നിടവിട്ട ദിവസങ്ങളിൽ സംഘർഷങ്ങൾ ആവർത്തിക്കുകയാണ്. അക്രമികളെയും പോലീസുകാരെയും പേടിച്ച് പൊതുജനങ്ങൾക്ക് പുറത്തിറങ്ങാനാവാത്ത അവസ്ഥയാണ്. സെയ്ദ് വാണിമേൽ തയ്യാറാക്കിയ റിപ്പോർട്ട്. നാദാപുരത്തിന്റെ ചില സമീപ പ്രദേശങ്ങളിൽ സംഘർഷങ്ങൾ അനിശ്ചിതമായി തുടരുന്നത് സാധാരണ ജനങ്ങളിൽ ഭീതി ഉണർത്തുകയാണ്. ഇക്കഴിഞ്ഞ ഒരാഴ്ച മാത്രം 3 സമാധാന യോഗങ്ങൾ നടന്നു. അക്രമികളെയും പോലീസുകാരെയും ഒരുപോലെ ഭയക്കേണ്ട അവസ്ഥയിലാണ് പൊതുജനങ്ങൾ. കല്ലാച്ചി, വരിക്കോടി, കുമ്മങ്കോട്, തെരുവമ്പറമ്പ് തുടങ്ങിയ പ്രദേശങ്ങളിലാണ് അക്രമ സംഭവങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിലും കഴിഞ്ഞ ദിവസം നരിപ്പറ്റയിലും 2 വീടുകൾക്ക് നേരെ ബോംബേറുണ്ടായി. എല്ലാ അക്രമങ്ങളും വിഭാഗീയത വളർത്താൻ ആക്കം കൂട്ടുന്ന തരത്തിലായതിനാൽ രാഷ്ട്രീയ നേതാക്കളും അധികൃതരും ജാഗ്രത പുലർത്തുന്നുണ്ട്. വാഹന പരിശോധന ശക്തമാക്കുകയും ബൈക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടും സംഘർഷത്തിന് അയവ് വരുന്നില്ല എന്ന് മാത്രമല്ല, ഇത്തരം കർശന നടപടികൾ പൊതുജനങ്ങൾക്കും തലവേദനയായിട്ടുണ്ട്. രാത്രി 10 മണിക്ക് ശേഷം കുടുംബവുമായി വരുന്ന പലരെയും വാഹന പരിശോധനയുടെ പേരിൽ മണിക്കൂറുകളോളം തടഞ്ഞുവച്ച സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇത്തരം നടപടികൾ ഗർഭിണികളും കുട്ടികളുമടക്കം ഒട്ടേറെ പേർക്ക് ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടായതായി ഇതിനകം തന്നെ പരാതി ഉയർന്നിട്ടുണ്ട്. അതിനിടെ സംഘർഷത്തിന് പരിഹാരം കാണാൻ വാർഡുതല ജാഗ്രതാ സമിതിയും പോലീസ് നടപടികളും കർശനമാക്കാൻ RDOയുടെ നേതൃത്വത്തിൽ നടന്ന സമാധാന യോഗം തീരുമാനിച്ചിരുന്നു. അന്ന് രാത്രി തന്നെ തെരുവമ്പറമ്പിൽ ബോംബേറും പോലീസിന് നേരെ ആക്രമണം നടന്നതും സമാധാന യോഗങ്ങളുടെ പ്രസക്തിയെയാണ് കാണിക്കുന്നത്. വർഷങ്ങളായി നടക്കുന്ന ഒരേ രൂപത്തിലുള്ള പഴഞ്ചൻ സമാധാന യോഗങ്ങൾ മാറ്റേണ്ട സമയം അതിക്രമിച്ചു എന്നതാണ് ഇത്തരം സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും അത്യുന്നതിയിൽ നിൽക്കുന്ന നാദാപുരത്തെ ബഹുഭൂരിഭാഗം ജനങ്ങളും സമാധാനപൂർണമായ ഒരു നാടിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. ജില്ലാ വാർത്തകൾക്ക് വേണ്ടി നാദാപുരത്തു നിന്നും സെയ്ദു വാണിമേൽ.